പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ പതിവ് പോലെ കൂടി വരുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വലിയ സാവകാശത്തിനായി കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം ആയുസ്സിൽ ഒരു ദിവസം കൂടെ കൂട്ടിത്തന്ന് ഈ പ്രഭാതം കാണുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, പുത്തൻ പുലരിക്കായി പുതിയ പ്രഭാതത്തിനായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, അർഹതയില്ലാത്തയിടത്ത് യോഗ്യതയില്ലാത്തയിടത്ത് ഈ കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർത്ത് ഇന്നും കർത്താവിൻ്റെ എല്ലാ സ്നേഹത്തിനും അർഹത തന്ന് യോഗ്യത തന്ന് കർത്താവിൻ്റെ രാജ്യത്തിലാക്കിയ ദൈവസ്നേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാന ചിന്തയ്ക്കായി നമുക്ക് ഒരുമിച്ചടുത്ത് വരുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എന്റെ വിചാരങ്ങൾ അല്ല നിന്റെ വിചാരങ്ങൾ, എന്റെ വഴികൾ നിന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം. ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുണ്ടാകാം, എന്നാൽ ഇന്ന് ഒന്നുകൂടി ആ വാക്കൊന്ന് ശ്രവിച്ചു കേട്ടെ. എന്റെ വിചാരങ്ങൾ അല്ല നിന്റെ വിചാരങ്ങൾ. ദൈവത്തിന്റെ ഒരു വിചാരവും നിനക്ക് നിന്റെ വിചാരവുമുണ്ട്. എന്റെ വിചാരമല്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിചാരം. എന്റെ വഴിയല്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴി ദൈവത്തിന്റെ വഴിയോടും എന്റെ വിചാരം ദൈവത്തിന്റെ വിചാരത്തോടും ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്ന ഭൂമി കൂടിയാ. എനിക്ക് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന്, അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കോട്ടയത്ത് നിന്ന് പോകും, ഏറ്റുമാനൂർ ഒരു ബ്ലോക്ക് ഉണ്ട്, അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകും, അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വഴി ബ്ലോക്ക് ഉണ്ട്, പിന്നെ അവിടെ എല്ലാം എത്തി ഓരോ ബ്ലോക്ക്, പിന്നെ റോഡ് പണി നടക്കുന്നിടത്തെ ബ്ലോക്ക്, അങ്ങനെ ഒത്തിരി കാൽക്കുലേഷനോടെ ഞാൻ പോകുന്നത്. എന്നാൽ ഞാൻ പോകുമ്പോൾ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കണക്ക് കൂട്ടി ഒരു 3-3.5 മണിക്കൂർ എടുക്കും കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പോകാൻ, അല്ലെങ്കിൽ എയർപോർട്ട് വരെ പോകാൻ അത്രയും സമയം എടുക്കും. എന്നാൽ തമ്പുരാൻ അത് കണക്ക് കൂട്ടുക വേണ്ട. ദൈവം തമ്പുരാന്റെ കണക്കൂട്ടിലേക്കാൾ ഈ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ഉയർന്ന ഒരു കണക്കൂട്ടലുണ്ട്. എന്റെ സ്ഥാനത്ത് സ്വന്തമായി ഹെലികോപ്റ്റർ ഉള്ള ആളാണ്, ഫ്ലൈറ്റ് ഉള്ള ആളാണ് നമ്മുടെ ലുലുവിന്റെ ഓണർ യൂസഫ് അലി. കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ അദ്ദേഹം ഈ ബ്ലോക്ക് കണക്കൂട്ടാറില്ല. അദ്ദേഹം ട്രാഫിക് ജാമോ അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റോ കണക്കൂട്ടാറില്ല. അദ്ദേഹം റോഡ് പണി നടക്കുന്നതോ അതൊന്നും കണക്കൂട്ടാറില്ല. കാരണം അദ്ദേഹം പോകുന്നത് ഹെലികോപ്റ്ററില്ല. ഞാൻ ഈ റോഡിൽ കൂടി ഓടിപ്പോകുമ്പോൾ, വാഹനം ഓടിച്ചോ മറ്റു വാഹനത്തിലോ പോകുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇവിടുത്തെ തടസ്സങ്ങളും ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ഇവിടെ ബ്ലോക്ക് ആവുന്നതൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ യൂസഫ് അലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതൊന്നുമല്ല. യൂസഫ് അലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് കയറി അവിടുത്തെ ഹെലിപ്പാഡിൽ നിന്ന് എടുത്തു, നേരെ മേളിലോട്ട് പൊങ്ങി, വേറെ ഒരു തടസ്സവും ഇല്ല, അവിടെ ചെന്ന് എറണാകുളത്ത് ചെന്ന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ 3.5 മണിക്കൂർ കണക്ക് കൂട്ടിയ സമയത്തിന് അദ്ദേഹത്തിന് അരമണിക്കൂർ മതി, ചിലപ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ മതി. കാരണം അദ്ദേഹത്തിന് ഒരു തടസ്സം റോഡ് മാർഗത്തിലില്ല. കണക്കൂട്ടിൽ രണ്ടും ഒരുപോലെയാ, ഒരേ സ്ഥാനത്തേക്ക് ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതും. എന്നാൽ എന്റെ കണക്കുകൂട്ടലുകളെക്കാൾ വ്യത്യസ്തമാണ് യൂസഫ് അലിയുടെ കണക്കൂട്ടൽ. എന്നെക്കാൾ വലിയ ആളായി, ചെറിയ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു വലിയ ആളായതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉള്ളത് കൊണ്ടും അത് ഫ്ലൈറ്റ് ഉള്ളത് കൊണ്ടും ജെറ്റ് ഉള്ളത് കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ മറ്റൊന്നാവുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, ഇവിടെ 3.5 മണിക്കൂർ വേണം, 4 മണിക്കൂർ വേണം ചെല്ലാൻ പറഞ്ഞാൽ അദ്ദേഹം പറയേ എന്തിനാ, അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ അരമണിക്കൂർ കൊണ്ട് വരും, അല്ലെ 3/4 മണിക്കൂർ കൊണ്ട് വരും, അതാ കാര്യം. ഈ ലോകത്തിലെ നമ്മളെക്കാൾ ഉന്നതനായ ഒരു മനുഷ്യന്റെ കാര്യമാണ് പറഞ്ഞേ. അപ്പൊ ഇവിടെ ഒരു മനുഷ്യനല്ല നമ്മളോട് പറയുന്നേ, ദൈവം തമ്പുരാനാ പറയുന്നേ. തമ്പുരാൻ പറയുന്ന വാക്കാ, നിന്റെ വഴിയല്ല എന്റെ വഴി. കുഞ്ഞെ, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. നീ ചിന്തിക്കുന്ന ഇവിടുത്തെ തടസ്സങ്ങളും ഇവിടുത്തെ റോഡ് പണിയും ഇവിടുത്തെ തടസ്സങ്ങളും ഇവിടുത്തെ സിഗ്നലും ഒക്കെ ആയിട്ട് കടന്ന് 3.5 മണിക്കൂർ താമസമെന്ന് നീ വിചാരിക്കുമ്പോ നിന്റെ വഴിയല്ല കുഞ്ഞെ, ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ കേവലം നമ്മളെക്കാൾ ഒരു 15,000 അടിയോ ഉയരത്തിലായിരിക്കും, 10,000-15,000 അടി ഉയരത്തിലെ ഹെലികോപ്റ്റർ പോകുന്നത്. അതിന് വേറൊരു മാർഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികളെക്കാൾ ദൈവത്തിന്റെ വഴികൾ ഉയർന്നിരിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള നിന്റെ വിചാരത്തെക്കാൾ ദൈവത്തിന്റെ വിചാരം ഉന്നതമായിരിക്കുന്നെന്ന്, വലുതായിരിക്കുന്നെന്ന്. നീ ചിന്തിക്കുന്ന വിചാരവും നീ ചിന്തിക്കുന്ന വഴിയും. കാട്ടിൽ ആടിനെ മേയിച്ച് നടക്കുന്നവനെന്ന ദാവീദിനെ കുറിച്ചുള്ള വിചാരം,
അപ്പനും അമ്മയ്ക്കും ദാവീദിനെ കുറിച്ചുള്ള വിചാരം അവനെ ഫംഗ്ഷന് വിളിക്കേണ്ട, അവന് എത്ര കഴിവൊന്നുമില്ല, ഇത്രയ്ക്ക് ഇത്ര കഴിവേ ഉള്ളൂ, അവനെ കൊണ്ട് ഒക്കത്തില്ലെന്ന അപ്പന്റെ അമ്മയുടെ വിചാരം. എന്നാൽ തമ്പുരാന്റെ ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് ചോദിക്കുന്നത്, ഇനി നിനക്ക് മക്കളുണ്ടെന്നാ ചോദിക്കുന്നത്. എന്നാൽ ദൈവം തമ്പുരാന്റെ വിചാരം ദാവീദിനുള്ള വിചാരമോ അപ്പനോ അമ്മയ്ക്കോ ഉള്ള വിചാരമല്ല. കാട്ടിൽ ആടിനെ മേയിച്ചു നടക്കുന്നവനെ രാജസിംഹാസനത്തിൽ വരെ എത്തിക്കുന്നതും മറ്റാരെ കൊണ്ടും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയുടെ മേൽ, ആ പ്രതിസന്ധിയുടെ മേൽ കൊന്നുകളയുന്ന, അതേ ഗോലിയാത്തിനെ തകർത്തു കളയുന്ന ആ ഒരു വിചാരമാണ് ദാവീദിനെ കുറിച്ച് ദൈവത്തിനുള്ളത്. ദാവീദിന്റെ വഴി സാധാരണ വഴിയാ, കാട്ടിൽ കൂടെ വെറുതെ നടക്കുന്ന വഴിയാ. എന്നാൽ ദൈവത്തിന്റെ ദാവീദിനെ കുറിച്ചുള്ള വഴി അത്യുന്നതമായ വഴിയാ, നമ്മൾ ചിന്തിക്കാത്ത വഴിയാ, നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലാത്ത വഴിയാണ് ദൈവത്തിന്റെ വഴി. ഇനി വചനത്തിലേക്കൊന്ന് മടങ്ങി വന്നേ. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല കുഞ്ഞേ ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരത്തോട്, നിന്റെ വിചാരത്തെക്കാൾ ദൈവത്തിന്റെ വഴി ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള പത്രോസിന്റെ ചിന്ത, മീൻ പിടിക്കണം, രാത്രി പോകണം, മീൻ പിടിക്കണം, എന്നിട്ട് പടക് നിറച്ചു കൊണ്ടുവരണം, ഉപജീവനം നടത്തണം, എന്തെങ്കിലും കടബാധ്യത കൊണ്ട് തീർക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം, ചെലവ് നടത്തണം, ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് പത്രോസിനെ കുറിച്ചുള്ള വിചാരം മീൻ പിടിച്ച് നടക്കാനല്ല, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഹല്ലേലൂയ. പത്രോസിന്റെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന ഒരു വിചാരം ദൈവത്തിന് പത്രോസിനെ കുറിച്ചുണ്ട്. പത്രോസിന്റെ വിചാരം ഗന്നസരത്തെ വീട്, വീട് ഗന്നസരത്തെ, വീട് ഗന്നസരത്തെ, പടക് ഗന്നസരത്തെ, വീട് വല, പടക്, മീന് ഗന്നസരത്ത്, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വിചാരം പത്രോസ് മർക്കോസിന്റെ മാളിക മുറി 3000 എണ്ണത്തെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കരത്തി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, തുറക്കാൻ പറയുന്നു, പത്രോസ് അഴിക്കുന്നു, സ്വർഗം തുറക്കുന്നു, പത്രോസ് കിട്ടുന്നു, സ്വർഗം കിട്ടുന്നു. പത്രോസ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തുറന്നു, 3000 എണ്ണത്തെ ഒറ്റ ദിവസം അങ്ങോട്ട് സ്വർഗത്തിലോട്ട് കയറ്റി. പത്രോസിന്റെ വിചാരം ഗന്നസരത്ത് തടാകം, പടക്, വല, മീന്, അത്രേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് പത്രോസിനെ കുറിച്ചുള്ള വിചാരം ഗന്നസരത്ത് തടാകത്തിലല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കും, കാഴ്ചപ്പാടിനെ വിശാലമാക്കുന്ന. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവമേ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം വലുതാണെന്ന്, നിന്റെ വിചാരത്തെക്കാൾ ദൈവത്തിന്റെ വിചാരം, നിന്നോടുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വലുതാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം വലുതാണെന്ന്, നിന്നെക്കുറിച്ച്, നിന്റെ വഴികളുടെ മുകളിൽ ദൈവത്തിനൊരു വഴിയുണ്ടെന്ന് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ഒന്ന് അറിഞ്ഞേ. നിന്നെക്കുറിച്ച് ദൈവത്തിന്, നീ ദൈവവൈതലാണോ? നീ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? നീ ദൈവത്തെ നിന്റെ ദൈവമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ എന്റെ ഉടയവനും സേവിച്ചു നിൽക്കുന്നവനായ ദൈവമാണോ കുഞ്ഞേ? നിന്നെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴി നിന്റെ വഴിയോട് ഉയർന്നിരിക്കുന്നു, നിന്റെ വിചാരത്തോട് ഉയർന്നിരിക്കുന്നു. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. ദൈവമേ, അങ്ങയുടെ വഴി ജനത്തിന് കൊടുക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന സകല പേരെയും അങ്ങയുടെ വഴിയിൽ, അങ്ങയുടെ ചിന്തയിൽ, മനുഷ്യന്റെ വഴിയല്ല, മനുഷ്യന്റെ ചിന്തയല്ല, ദൈവത്തിന്റെ വഴിയിൽ, ദൈവത്തിന്റെ ചിന്തയിൽ ദൈവം പുലർത്തുന്നതിനായി നന്ദി. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. മനുഷ്യന്റെ വിചാരത്തെക്കാൾ, മനുഷ്യന്റെ ചിന്തയേക്കാൾ വഴി ഉയർന്നിരിക്കുന്ന, വിചാരം ഉയർന്നിരിക്കുന്ന ദൈവയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ മടക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.